Good morning, my dear students. Welcome back to our story. Do you remember where we stopped in the previous class? Okay, we finished the second part of the story, Cinderella. Do you want to know more about Cinderella's life? Okay, let's read and find out what happens to Cinderella next. Take your textbook and listen carefully. The ball. Cinderella went to the ball dressed in wonderful clothes. She rode in the red coach. 6 footmen waited on her. In the ballroom, she looked like a princess. Nothing was then heard but a confused noise. How beautiful she is! How beautiful she is! When we move on to this paragraph, we understood that with the help of fairy godmother's magic, Cinderella entered into the dance party. Who conducted the dance party? The prince. Okay. When she entered into the ballroom, nothing was heard but a confused noise. How beautiful she is! How beautiful she is! അല്ലേ, ഇതിലെന്താ മനസ്സിലായത്? സിൻഡ്രല്ല വണ്ടർഫുൾ ക്ലോത്ത്സ് ഒക്കെ ധരിച്ച് റെഡ് കോച്ചിൽ പാലസിലേക്ക് പോയി അല്ലേ. ഇപ്പൊ അവളെ ആരെ പോലെയാണ് തോന്നുന്നത്? ലുക്ക്ഡ് ലൈക്ക് എ പ്രിൻസസ്. എന്ത് ശബ്ദമാണ് അവിടെ കേൾക്കാനുണ്ടായിരുന്നത്? ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്! How beautiful she is. Okay. The prince noticed her at once. He danced only with her. Her sisters were now jealous of her. But they did not recognize Cinderella. She went on dancing and forgot about the time. Then the clock started to strike 12. The prince noticed her at once and danced only with her. Prince സിൻഡ്രലയും നോട്ടീസ് ചെയ്യുകയും അവളോടൊപ്പം മാത്രം ഡാൻസ് ചെയ്യുകയും ചെയ്തു അല്ലേ. ഇത് കണ്ടപ്പോൾ സിസ്റ്റേഴ്സിന് എന്താ തോന്നുന്നത്? They were jealous. What is the meaning of the jealous? അസൂയ അല്ലേ. But they did not recognize Cinderella. പക്ഷെ അവർക്ക് സിൻഡ്രലയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. She went on dancing. എന്താ went on? Continue, തുടർന്നു. സിൻഡ്രല്ല ഡാൻസ് കണ്ടിന്യൂ ചെയ്യുകയും എന്തിനെക്കുറിച്ച് മറന്നു? സമയത്തെക്കുറിച്ച് അല്ലേ. സമയത്തെക്കുറിച്ച് ഫെയറി ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഫെയറി പറഞ്ഞിരുന്നത്? ബിഫോർ 12 o'clock യു മസ്റ്റ് റിട്ടേൺ ഹോം അല്ലേ. എന്താ ഫെയറി പറഞ്ഞത്? യു മസ്റ്റ് റിട്ടേൺ ഹോം ബിഫോർ 12 o'clock. Then the clock started to strike 12. Okay. She now remembered the words of the fairy. She bowed to the prince and ran quickly out of the ballroom. Arriving home, she ran to seek out her godmother to tell everything that had happened at the ball. She said that she heartily wished she could go to the ball the next day as well, because the prince had invited her. Then her 2 sisters knocked at the door. Cinderella ran and opened the door. Now Cinderella remembered the words of the fairy. അല്ലേ, ഇപ്പോൾ സിൻഡ്രല്ല ഫെയറിയുടെ വേർഡ്സ് ഓർമ്മിക്കുകയാണ്. ഷി ബോഡ് ടു ദി പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ലി ഔട്ട് ഓഫ് ദി ബോൾ റൂം. പെട്ടെന്ന് തന്നെ ആ ബോൾ റൂമിൽ നിന്ന് പുറത്തു കടന്നു. അറൈവിംഗ് ഹോം ഷി റാൻ ടു സീക്ക് ഔട്ട് ഹെർ ഗോഡ് മദർ ടു ടെൽ എവറിത്തിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് അറ്റ് ദി ബോൾ. വെൻ ഷി റീച്ച്ഡ് ഹോം ഷി സെർച്ച്ഡ് ഹെർ ഗോഡ് മദർ. For what?
എന്തിനാ അന്വേഷിച്ചത്? ടു ടെൽ എവരിതിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് അറ്റ് ദി ബോൾ. അല്ലെ, ബോളിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ഫെയറിനെ അന്വേഷിക്കണം, ഫെയറി ഗോഡ് മദറിനെ. ഷീ സെഡ് ദാറ്റ് ഷീ ഹേർട്ട്ലി വിഷ്ഡ് ഷീ കുഡ് ഗോ ടു ദി ബോൾ ദി നെക്സ്റ്റ് ഡേ ആസ് വെൽ ബിക്കോസ് ദി പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹേർ. അടുത്ത ദിവസവും സിൻഡ്രല്ല ബോളിന് പോവാനായിട്ട് ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണെങ്കിൽ പ്രിൻസ് സിൻഡ്രല്ലയെ അടുത്ത ദിവസത്തെ ഡാൻസ് പാർട്ടിക്കും ഇൻവൈറ്റ് ചെയ്തിരുന്നു. Then her two sisters knocked at the door. Cinderella ran and opened the door. അപ്പോഴേക്കും സിസ്റ്റേഴ്സ് ഡോറിൽ നോക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. സിൻഡ്രല്ല വേഗം പോയി ഡോർ ഓപ്പൺ ചെയ്തു. You stayed such a long time, she cried, gaping, rubbing her eyes and stretching herself as if she had been sleeping. As if she had been sleeping. അല്ലേ, ശബ്ദം കേട്ടപ്പോ സിൻഡ്രല്ല ഇവിടെ എന്താ ചെയ്യുന്നത്? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെ കോട്ടുവായൊക്കെ ഇട്ട് കണ്ണൊക്കെ തിരുമ്പി ഡോർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് എന്താണ് അവരോട് ചോദിക്കുന്നത്? യു സ്റ്റേയ്ഡ് സച്ച് എ ലോങ് ടൈം, നിങ്ങൾ കുറെ സമയം അവിടെ ചെലവഴിച്ചു അല്ലേ എന്ന്. വൈ ഡിഡ് സിൻഡ്രല്ല പ്രിറ്റൻഡ് ടു ബി എസ്ലീപ്? എന്തുകൊണ്ടാണ് സിൻഡ്രല്ല അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെ പ്രിറ്റൻഡ് ചെയ്യാനായിട്ട് കാരണം? എന്തുകൊണ്ടാ? ടു ഷോ ദാറ്റ് ഷീ ഹാഡ് ബീൻ സ്റ്റേയിങ് അറ്റ് ഹോം. അല്ലെ, അവൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, വേറെ എവിടേക്കും പോയിരുന്നില്ല എന്ന് കാണിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു? സിൻഡ്രല്ല എന്തിനു പോയിരുന്നു? ഡാൻസ് പാർട്ടിക്ക്. ഇഫ് യു ഹാഡ് ബീൻ അറ്റ് ദി ബോൾ, സെഡ് വൺ ഓഫ് ഹർ സിസ്റ്റേഴ്സ്, യു വുഡ് നോട്ട് ഹാവ് ബീൻ ടയേർഡ് വിത്ത് ഇറ്റ്. ദി ഫൈനസ്റ്റ് പ്രിൻസസ് വാസ് ദർ, the most beautiful that mortal eyes have ever seen. Cinderella seemed very indifferent to what they said indeed. She asked them the name of the princess, but they told her they did not know. Cinderella, smiling, replied, she must then be very beautiful indeed. How happy you have been! Could not I see her? Oh, dear sister, do lend me your yellow dress which you wear every day. Yes, to be sure, cried her sister. Lend my clothes to such a dirty cinder wench as you are. I should be such a fool. The entire family burst into laughter. If you had been at the ball, said one of her sisters, you would not have been tired with it. എന്താ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് പറയുന്നത്? ഇഫ് യു ഹാഡ് ബീൻ അറ്റ് ദി ബോൾ, നീ ബോളിൽ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ ക്ഷീണമൊന്നും തോന്നില്ലായിരുന്നു എന്ന്. വൈ ദി സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് സേ സോ? എന്തുകൊണ്ടാ? അല്ലെ, ബോൾ പാർട്ടിയിലെ ഒരു ബ്യൂട്ടിഫുൾ പ്രിൻസസ് അറ്റൻഡ് ചെയ്തിരുന്നു. സിൻഡ്രല്ല സീംഡ് വെരി ഇൻഡിഫറൻറ്റ് ടു വാട്ട് ദേ സെഡ്. അവരങ്ങനെ പറഞ്ഞപ്പോൾ സിൻഡ്രല്ല അത് താല്പര്യമില്ലാത്ത രീതിയിലാണ് പെരുമാറിയത്. ഷീ ആസ്ക്ഡ് ദം ദി നെയിം ഓഫ് ദി പ്രിൻസസ്. പിന്നീട് അവൾ എന്ത് ചെയ്യാണ്? ആ പ്രിൻസസിന്റെ അല്ലെ രാജകുമാരിയുടെ പേര് അന്വേഷിക്കാണ്. ബട്ട് ദേ ടോൾഡ് ഹെർ ദേ ഡിഡ് നോട്ട് നോ. അവരെന്താ പറഞ്ഞത്? അവർക്ക് ആ പ്രിൻസസിന്റെ പേരറിയില്ല എന്ന്. സിൻഡ്രല്ല സ്മൈലിംഗ് റിപ്ലൈഡ്, ഷീ മസ്റ്റ് ദെൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ. കുഡ് നോട്ട് ഐ സീ ഹെർ. പിന്നീട് എന്ത് പറഞ്ഞു? വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ, എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചല്ലോ, എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. ഓ ഡിയർ സിസ്റ്റർ, ഡു ലെൻഡ് മീ യുവർ യെല്ലോ ഡ്രസ് വിച്ച് യു വിയർ എവറി ഡേ. എനിക്ക് നിങ്ങളുടെ യെല്ലോ ഡ്രസ് ഒന്ന് കടം തരാമോ എന്ന് ചോദിക്കുകയാണ്. യെസ്, ടു ബി ഷുവർ, ക്രൈഡ് ഹെർ സിസ്റ്റർ. ലെൻഡ് മൈ ക്ലോത്ത്സ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ വെഞ്ച് ആസ് യു ആർ. അല്ലേ, ഇങ്ങനെ ഡേർട്ടി ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഞങ്ങളുടെ ഡ്രസ്സ് കടം കൊടുക്കുകയോ?
I should be such a fool. The entire family burst into laughter. അല്ല, ഇങ്ങനെ ഡേർട്ടി ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഞങ്ങളുടെ ഡ്രസ്സ് കടം കൊടുക്കുകയോ എന്ന് പറഞ്ഞ് അവര് സിൻഡ്രലയെ കളിയാക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങാണ്. Did you understand this paragraph? Okay. The next day, the two sisters were at the ball, and so was Cinderella, dressed even more magnificently than before. The prince was always by her side, and never ceased to give his compliments and kind words to her. Cinderella forgot about the time. She thought that it was no later than 11 when she counted the clock striking 12. She jumped up and fled, as nimble as a deer. In her hurry, she left one of her glass shoes in the ballroom. The next day, the two sisters were at the ball. അടുത്ത ദിവസം സിസ്റ്റേഴ്സ് എന്തിനു പോയി? ബോളിന്. And so was Cinderella, dressed even more magnificently than before. What is the meaning of the word magnificently? Extremely beautiful and attractive. അല്ലേ? അടുത്ത ദിവസം സിൻഡ്രല്ല വളരെ മനോഹരമായിട്ട് എവിടേക്ക് പോവാണ്? ബോളിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. The prince was always by her side and never ceased to give his compliments and kind words to her. പ്രിൻസ് അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവളെ പുകഴ്ത്തുകയും കൈൻഡ് വേർഡ്സ് അവളോട് പറയുകയും ചെയ്തു. സിൻഡ്രല്ല forgot about that time. ആ ഡാൻസ് പാർട്ടിയിൽ മുഴുകി സിൻഡ്രല്ല എന്ത് മറന്നു? forgot about the time. അല്ലേ? She thought that it was no later than 11 when she counted the clock striking 12. എന്താ സിൻഡ്രല്ല ചിന്തിച്ചിരുന്നത്? അധികം സമയമായിട്ടില്ല എന്ന്, അല്ലേ? when she counted the clock striking 12, 12 മണി അടിച്ചപ്പോഴാണ് അവൾക്ക് സമയത്തെക്കുറിച്ച് ബോധം വന്നത്. She jumped up and fled as nimble as a deer. അവൾ ഏതുപോലെയാണ് ചാടി എണീറ്റ് ഓടുന്നത്? ഡീറിനെ പോലെ, മാനിനെ പോലെ. In her hurry, she left one of her glass shoes in the ballroom. അങ്ങനെ വേഗത്തിൽ ഓടുന്നതിലിടയ്ക്ക് അവളുടെ ഒരു ഗ്ലാസ് ഷൂസ് എവിടെ വീണു പോവാണ്? ബോൾ പാർട്ടിയിൽ, അല്ലെ? ബോൾ റൂമിൽ. As she reached the coach, she heard the last ding dong. Suddenly, the coach became a pumpkin, the horse turned into mice, and the footman into green lizards. Her clothes became the old rags again, but the one shoe on her foot was unchanged. She reached home before her sisters arrived, so they did not know about her going to the ball. എന്താ ഈ പാരഗ്രാഫിൽ പറയുന്നത്? ആസ് ഷി റീച്ച്ഡ് ദി കോച്ച്, അല്ലെ? ഓടി കോച്ചിൽ എത്തുമ്പോഴേക്കും എന്താ അവള് കേട്ടത്? ഷി ഹേർഡ് ദി ലാസ്റ്റ് ഡിങ് ഡോങ്, അല്ലെ? ആ ക്ലോക്കിന്റെ ശബ്ദം കേൾക്കാണ്. സഡൻലി ദി കോച്ച് ബിക്കെയിം എ പംകിൻ, അല്ലെ? 12 മണി ആയതോടുകൂടി എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു? കോച്ച് എന്തായിട്ട് ചേഞ്ച് ചെയ്തു? പംകിൻ ആയിട്ട് ചേഞ്ച് ചെയ്തു. ദി ഹോഴ്സ് turned into mice, horso mice, and the footman into green lizards. Her clothes became the old rags, clothes ellam old rags ആയി. But the one shoe on her foot was unchanged. പക്ഷെ എന്തിനു മാത്രമാണ് ചേഞ്ചസ് സംഭവിക്കാതിരുന്നത്? അവളുടെ കാലിലുള്ള ഒരു ഷൂവിന് മാത്രം. ഒരു ഷൂ എവിടെയാണ്? Where is the other shoe? ബോൾ റൂമിൽ, അല്ലേ? She reached home before her sisters arrived. അവളുടെ സിസ്റ്റേഴ്സ് വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ സിൻഡ്രല്ല എവിടെ എത്തി? വീട്ടിലെത്തി. So they did not know about her going to the ball. അതുകൊണ്ട് സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനെ എന്തറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല? സിൻഡ്രല്ല ബോളിന് പോയ കാര്യം.
ആർക്കറിയുമായിരുന്നില്ല? സിസ്റ്റേഴ്സിന് അറിയുമായിരുന്നില്ല. ഓക്കെ. Cinderella forgot the words of her fairy godmother on the second day. What may be the reason? എന്തുകൊണ്ടാണ് സിൻഡ്രല്ല ഫെയറി ഗോഡ് മദറിന്റെ വേർഡ്സ് ഫോർഗോട്ട് ചെയ്യാനായിട്ട് കാരണം? സെക്കൻഡ് ഡേയില് എന്തുകൊണ്ടായിരിക്കാം? ഷി വാസ് എൻജോയിങ് ദി പാർട്ടി, അല്ലേ, ഇൻ ദി കമ്പനി ഓഫ് ദി പ്രിൻസ്. സോ ഷി ഫോർഗോട്ട് അബൌട്ട് ദി പാസിംഗ് ഓഫ് ടൈം. ഓക്കെ. I believe you enjoyed today's class. One more part of the story is remaining. I will take it in the next class. Meet you in the next class. Take care. Bye.